ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു യാത്രാ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ യാത്രയിൽ 2 ഗ്യാങ് ഉണ്ട്. ഇത് ഗ്യാങ് നമ്പർ 2, അതെൻ്റെ ഓഫീസിലെ കൊളീഗ്സാണ്. ഗ്യാങ് നമ്പർ 1 ഞാനും വിഷ്ണുവും തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു വണ്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ 2 സെറ്റായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വിഴിഞ്ഞത്തേക്കാണ്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ട് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഈ ഗ്യാങ് 1 പോയി എത്തിയ സ്ഥലം കറക്റ്റ് സ്ഥലമല്ലായിരുന്നു. പക്ഷേ ഇതാണ് പോർട്ടെന്ന് കരുതി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ കാര്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എന്തായാലും കാണാനായിട്ട്. കാരണം നല്ല നീല കളറിലെ കടലും തിരമാലയും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ആ ടെട്രാപോർട്ടിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാങ് 2ലെ മെമ്പേഴ്സ് നമുക്ക് കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കറക്റ്റ് ആ പൂവാറുമായിട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. പൂവാറുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻട്രൻസ്, വിഴിഞ്ഞം പോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു നിരാശയായിപ്പോയൊരു കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇത് മാത്രം ജസ്റ്റ് ഞങ്ങൾ പെർമിഷനോടുകൂടി എടുത്ത 1-2 ഫോട്ടോസാണ്. ഒരു എന്താ പറയുക, നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അകത്ത് പോയിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നല്ല പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോർട്ടിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊരു നല്ലൊരു പ്രസൻറ്റേഷനും നല്ലൊരു സ്വീകരണവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എന്തായാലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആഴിമലയായിരുന്നു. ആഴിമലയിലൊരു ശിവൻ്റെ ടെമ്പിളുണ്ട്. അതും എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ശില്പം കണ്ടുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും രോമാഞ്ചം വരും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്തിരിക്കുവാണ്. അപ്പോൾ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തത്. അതിനി കാണുന്ന സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴോട്ട് പോയപ്പോഴത്തേന് നമ്മൾ ആ ബീച്ചിൻ്റെ ഒരു സൈഡിലോട്ട് ഇറങ്ങി. ഈ ബീച്ചിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ ഒരു 10-20 കൊല്ലം പിന്നിലോട്ട് പോയൊരവസ്ഥയായിരുന്നു. കാരണം അടിച്ചു പൊളിച്ച് കിടക്കുന്നൊരു പ്രായമില്ല, ആ ഒരു സമയം പോലായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഇവിടുന്ന്. ഞാനിവിടെ ഒരു കുഞ്ഞൻ ഞണ്ടിനെ കയ്യിലെടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് നെത്തോലി ഉണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ എനിക്ക് പകർത്താൻ പറ്റിയില്ല. അതിനുമുമ്പ് അത് ചാടിപ്പോയി. പറഞ്ഞ് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് നെത്തോലി എന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ഇതായിരുന്നു ശരിക്കും എനിക്ക് നിരാശ തോന്നിയൊരു സ്ഥലം എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വിഴിഞ്ഞത്ത് മീൻ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ബോട്ടിൽ വന്ന് മീൻ ഇറക്കുന്നൊരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഓടി വന്നേനെ എനിക്ക് ഈ മീനൊക്കെ ഇങ്ങനെ ഇറക്കുന്ന കാണാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ നിരാശ എന്ന് വെച്ചാൽ ഈ കാണുന്ന കുറേ കണവ മീൻ, വലിയ കണവയല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. രാവിലെ 7 മണിക്കൊക്കെ വന്നാൽ ഇത് ഇങ്ങനെ ഒരു കാഴ്ച കാണാം എന്നാണ് അവർ പറയുന്നത്. ബോട്ടിൽ അല്ലെങ്കിൽ വള്ളത്തിൽ മീൻ കൊണ്ട് ഇറക്കുന്നതൊക്കെ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അത് ഞാൻ ഇനി വേറൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചിടാവേ. മീനില്ലാതെ തിരിച്ച് പോകാനുള്ളൊരു മനസ്സിലായിരുന്നു. കാരണം അമ്മ എനിക്കൊരു ബക്കറ്റൊക്കെ തന്നാണ് ഇങ്ങ് വിട്ടത്. അമ്മയും മനസ്സിൽ കരുതിയത് വള്ളത്തിൽ ഒരുപാട് മീൻ കൊണ്ടിറക്കും. അപ്പോൾ ആ മീനൊക്കെ ഞാനിങ്ങനെ ബക്കറ്റിൽ കൊണ്ടുവരുന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്ന പുള്ളിക്കാരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിമാരെ കയ്യിൽ നിന്നൊരു കുറച്ച് മീനൊക്കെ വാങ്ങി. ഈ ഫോട്ടോയിൽ കാണുന്ന മീനിൻ്റെ പേര് പൊന്നാര മീനെന്നാണ്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നു, ഒട്ടും മടിക്കാതെ അപ്പം തന്നെ മീൻകറിയും കപ്പയൊക്കെ സെറ്റാക്കി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഞാൻ വിഴിഞ്ഞത്ത് പോയ വിശേഷം. Bye.